ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബിരിയാണിയാണ്. ബിരിയാണിക്ക് വേണ്ടുന്ന സാധനങ്ങൾ: ഉള്ളി, സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയില. അതിനുശേഷം നമ്മൾ ഉള്ളി വഴറ്റുക. അതിന് ഉള്ളി നന്നായിട്ട് വഴന്നതിന് ശേഷം നല്ല ബ്രൗൺ കളറാകുന്നവരെ വഴറ്റണം. അതിന് ശേഷം നമ്മൾ മാറ്റി വെക്കണം. പിന്നെയാണ് ചിക്കന് വേണ്ടുന്ന ഉള്ളി വഴറ്റുന്നത്. ഉള്ളി വഴറാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപ്പിട്ടാൽ നമുക്ക് പെട്ടെന്ന് വഴന്ന് കിട്ടും. അതിനുശേഷം ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം കൂടി, പിന്നെ ഇത് മസാലകൾ: കറുവപ്പട്ട, ജീരകം, ഗ്രാമ്പൂ, പട്ട. പിന്നെ അതിനുശേഷം ഇതൊക്കെ കൂടി അരക്കണം. അതിനുശേഷം അരച്ചതിന് ശേഷം നമ്മൾ ഈ വഴന്ന് വന്ന ഉള്ളിയിലേക്ക് നമ്മൾ ആഡ് ചെയ്യണം. അതിനുശേഷം തക്കാളി കുറച്ച് മിക്സിയിലടിച്ച് ഇതിൻ്റെ കൂടെ ചേർക്കണം. എണ്ണ വേണമെങ്കിൽ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കണം. ബിരിയാണിയുടെ അരിക്ക് വേണ്ടിയിട്ട് അരി നന്നായിട്ട് കഴുകി നന്നായിട്ട് കുതിർത്ത് വെക്കണം. അതിനുശേഷം നമ്മൾ എണ്ണയിൽ മീൻസ് പശു നെയ്യിൽ നമ്മൾ വഴറ്റിയെടുക്കണം നന്നായിട്ട്. അരി നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ അതിൽ വെള്ളം ഒഴിച്ചിട്ട് വേവാൻ വേണ്ടിയിട്ട് വെക്കണം. അതിന് ശേഷം നമ്മൾ ചിക്കനിൽ ഉള്ളിയിട്ട് വഴറ്റി അതിനുശേഷം നമ്മൾ തക്കാളിയും അരച്ചത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നിർത്തി അതിനുശേഷം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി എല്ലാം കൂടി നന്നായിട്ട് വഴറ്റണം, പച്ചമണം പോകുന്നത് വരെ. ഇതെല്ലാം പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ ചിക്കൻ അതിൻ്റെ അകത്ത് എടുത്തിടുന്നു. അതിനുശേഷം നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ ചിക്കൻ വേവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. ചിക്കൻ ഇട്ടതിന് ശേഷം നമ്മൾ ചിക്കൻ മസാലയും കൂടി അതിൻ്റെ അകത്തിട്ട് നന്നായിട്ട് വേവിച്ച് അടച്ച് വയ്ക്കുന്നു. നമ്മൾ അടച്ച് വെച്ചതിന് ശേഷം അതിനുശേഷം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അതിനുശേഷം ചിക്കൻ വാങ്ങി പിന്നെ നമ്മൾ ദമ്മിന് വേണ്ട സെറ്റ് ചെയ്യുന്നു.
കുക്കറിൽ ആദ്യം ഒരു ലെയറായിട്ട് ചിക്കൻ മസാല ഇടുന്നു. അതിനുശേഷം മേലെ ഒരു ലെയറിന് ബിരിയാണി മസാലയും ബിരിയാണി ചോറും മസാലയും ഇടുന്നു. അതിനുശേഷം പിന്നെയും അതിന് മുകളിൽ ചോറിടുന്നു. ചോറും പിന്നെ ബിരിയാണി മസാലയും മല്ലിയിലയും അതിൻ്റെ കൂടെ ഇടുന്നു. നന്നായിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ചിക്കനും എല്ലാം കൂടി ആക്കി നമ്മൾ കുക്കർ അടച്ച് ദമ്മ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നു. പത്ത് മിനിറ്റ് ദമ്മ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് അതിനുശേഷം നെയ്യ് ഒഴിച്ച് നമ്മൾ സെർവ് ചെയ്യും. ഇനി പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ഓക്കേ.